ലേസി ഡേ എന്നൊക്കെ പറഞ്ഞാൽ ഭീകര ലേസി ഡേ കേട്ടോ, ഒരു രക്ഷയില്ല. ഇപ്പോൾ കറക്റ്റ് സമയം 1:30 മണിയാണ്. ഞാൻ എണീറ്റത് പറയണോ? ഞാൻ എണീറ്റത് 12 മണിക്കാണ്. അപ്പോൾ ഇന്ന് ശരിക്കും ഒന്നും ചെയ്യാതെ ഫ്രിഡ്ജിലുള്ള കറിയൊക്കെ ചൂടാക്കി കഴിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പെട്ടെന്നൊരു റീല് കണ്ടു കേട്ടോ. റീൽ എന്താ പറയണമെന്നറിയോ? ചാളക്കറി, ചാള ഫ്രൈ ഒക്കെ എങ്ങനെ കഴിക്കാമെന്ന്. അതായത് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എങ്ങനെ കഴിക്കാം. അപ്പം ഞാൻ വിചാരിച്ചു ചാളക്കറി, ഒരു ചാളക്കറി വെച്ചാലോ എന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ വീട്ടിലെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് പോയിട്ട് ചാളക്കറിൻ്റെ സാധനങ്ങൾ, അതായത് മെയിൻലി ചാള, തക്കാളി തുടങ്ങിയ ഐറ്റംസൊക്കെ നമുക്ക് മേടിക്കാം. UAE ഭീകരമായ ചൂടാണ്. അപ്പോൾ ഈ ചൂടത്ത് ഫുൾ ബ്ലാക്ക് ക്യാറ്റിനെ പോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. എന്തായാലും ലെറ്റ്സ് സീ. ഞങ്ങളുടെ വണ്ടിയിൽ ഇതേ ഒരു കുടയൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നല്ല ചൂടാണ് പുറത്ത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഒരു പോർഷനെങ്കിലും ചൂടിൽ നിന്ന് സേവ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതെ, ഈ ഒരു സെറ്റപ്പിന് ഐ എം റിയലി സോറി. ദിസ് ഇസ് ദ മാക്സ് ഐ കുഡ് ഡു റൈറ്റ് നൗ. കാര്യം ഇത് വെരി അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും പലപ്പോഴും ഒരു ക്രേവിങ്സ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ അല്ലേ? അതായത് പെട്ടെന്നായിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കഴിക്കണം എന്നൊക്കെ തോന്നുക. ഞാൻ പൊതുവേ കുക്ക് ചെയ്യാൻ വളരെ മടിയുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം വിജൃംഭിച്ച് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ്. സോറി, ഹൈപ്പർ മാർക്കറ്റ് അല്ല കേട്ടോ, ചെറിയ, അതായത് എനിക്ക് തോന്നുന്നു ഈ മിനി മാർട്ട് എന്നൊക്കെ പറയുന്നൊരു സാധനമാണ്. ചാള അതായത് മത്തി, നമ്മുടെ നാട്ടിലെ മത്തി, ആ മത്തിയാണ് നമുക്ക് മേടിക്കാനുള്ളത്. നിങ്ങൾ എങ്ങനെയാണ് ഒരു സാധനം മേടിക്കാനെന്ന് മനസ്സിൽ വിചാരിച്ച് ഷോപ്പിങ്ങിന് പോയാൽ ഒരുപാട് സാധനം മേടിക്കുമോ, അതോ കണ്ണി കണ്ടതൊക്കെ വാങ്ങാനൊരു ടെൻഡൻസി ഉണ്ടാവുമോ, അതോ ഈ ഒരൊറ്റ സാധനം മാത്രം വാങ്ങി തിരിച്ചു വരുമോ? ബിക്കോസ് ഞാൻ ഈ ഡ്രസ്സിൻ്റെ ഒക്കെ ഷോപ്പിലാണ് പോകുന്നതെങ്കിൽ കണ്ണിക്കണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ ശ്രമിക്കും. പക്ഷെ ഞാൻ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ഷോപ്പ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അതായത് ഇപ്പം എൻ്റെ ബഡ്ജറ്റിന് ഒക്കില്ല ആ ഡ്രസ്സെങ്കിൽ എനിക്കത് ഇഷ്ടമായതാണെങ്കിലും ഞാനത് അവിടെ വെക്കും. ബിക്കോസ് ഐ ക്ലിയർലി ഹാവ് എൻ ഐഡിയ. ഞാനങ്ങനെ ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഒരാളൊന്നുമല്ല, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി. കാര്യം എന്താ അറിയോ, ഇപ്പോൾ ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമ്മൾ എത്ര തവണ ഇടും ഒരു ഡ്രസ്സ്? എനിക്ക് ഇങ്ങനെ കുറേ പുതിയ ഡ്രസ്സ് ഉണ്ടാവുന്നത് വളരെ ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഒരു ഡ്രസ്സൊക്കെ മേടിക്കുമ്പം എനിക്ക് എൻ്റെ മനസ്സിലുള്ളത് ചെറിയ പൈസയ്ക്ക് കുറേ വാങ്ങിയിട്ട് കുറേ നാൾക്ക് നമുക്ക് ഇടാമല്ലോ. മറ്റേത് ഒരുപാട് പൈസയ്ക്ക് ഒരു ഡ്രസ്സ് വാങ്ങിയാൽ എല്ലാ ഡ്രസ്സും പുത്തനാവുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇതുണ്ടാവും. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ പരിപാടികളാണ്. എനിവേസ് നമ്മളിപ്പോൾ ലുലുവിൽ എത്തിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ നമുക്ക് ഇവിടുന്ന് അധികം ഒന്നും മേടിക്കാനില്ല. മത്തി ഇവിടെ ഉണ്ടാവണമേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ ഐഡിയ എന്തൊക്കെയാണ്, ഒരു അവിയലും കൂടെ ഉണ്ടാക്കിയാലോ ഞാൻ വിചാരിക്കും. അപ്പം മത്തിക്കറി, മത്തി ഫ്രൈ, അവിയൽ, ഇതിൻ്റെ സാധനങ്ങൾ മാത്രം മതി. കുറച്ച് തക്കാളിയും വേണം, ബാക്കിയൊക്കെ നമ്മൾ സെറ്റാണ്. അപ്പം നമുക്കിനി പോവാം അല്ലേ? ഭയങ്കര ചൂടാണ് ഗൈസ്. ഈ ചൂടത്ത് ഞാൻ എന്തിനാണ് ഈ ക്യാമറയും പിടിച്ച് പുറത്ത് വെക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ലെറ്റ്സ് ഗോ. ഇതേ പറഞ്ഞ പോലെ കുറേ സാധനങ്ങൾ കാണുമ്പോൾ എൻ്റെ മനസ്സ് ചാഞ്ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാനിങ്ങനെ എന്നോട് തന്നെ കൺട്രോൾ എന്ന് പറയുകയാണ്. നമ്മുടെ നാട്ടിലത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലുലു ആയതുകൊണ്ട് നമുക്കിതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇതേ പാനിപൂരിൻ്റെ പൂരി, വാവ്, കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷെ നമ്മൾ നേരെ ചാള നോക്കാൻ പോവാണേ. മിഷൻ സക്സസ്. ടോട്ടൽ ഞാൻ 11 പീസ് മത്തി മേടിച്ചു. 17 ദർഹംസാണ്. 1/2 കിലോയെ ഞാൻ എടുത്തിട്ടുള്ളൂ. കാര്യം ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അധികമൊന്നും വേണ്ട. ഇനി നമുക്ക് വേണ്ട സാധനം എന്താ അറിയോ? എന്തായിരുന്നു വേണ്ടത്? അവിയലിൻ്റെ കഷ്ണം. കമോൺ, നമുക്കതും കൂടെ എടുക്കാം. ഗൾഫുകാരുടെ ജീവിതം ഈസി ആക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇവിടെ ഇങ്ങനെ മുറിച്ച് കിട്ടും കേട്ടോ. ഉള്ളിയുണ്ട്, വലിയ ഉള്ളി, ക്യാരറ്റ്, എല്ലാം ഇതുപോലെ. സാമ്പാറിന് മിക്സ് വേണമെങ്കിൽ സാമ്പാർ മിക്സ് ഉണ്ട്. എല്ലാം ഇവിടെയുണ്ട്. തക്കാളി കാണാൻ നല്ല മൊഞ്ചായിട്ടില്ലേ? ഞാൻ ആകെ ഒരു വലിയ തക്കാളിയും ഇതുപോലത്തെ ഒരു കുഞ്ഞി തക്കാളിയും എടുത്തു. 1.25 തക്കാളി. വാവ്. രസക്കദളി. ചെറുപഴം എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ നമുക്കിതും കൂടെ എടുക്കാം. കഴിഞ്ഞ് ഇതോടെ നിർത്തി ഞാൻ. നമ്മുടെ ചേട്ടൻ നമ്മുടെ മത്തീനെ നല്ല ക്ലീനാക്കി മുറിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറയാലോ,
എനിക്കിങ്ങനെ ആൾക്കാർ എൻ്റെ അടുത്ത് കൂടെയൊക്കെ നടക്കുമ്പോഴേ ഞാൻ അപ്പം തന്നെ ഫോണ് താഴ്ത്തും. കാര്യം എനിക്കെന്തോ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ആണ്. പറയുമ്പം ഞാൻ മീഡിയയിലാണ് വർക്ക് ചെയ്യണത്, എൻ്റെ പ്രൊഫഷൻ ഇതാണ്. ആൻഡ് ഐ റിയലി റെസ്പെക്റ്റ് ഇങ്ങനെ ഡെയിലി വ്ളോഗൊക്കെ ഇങ്ങനെ ആൾക്കാർ നടുവിലൊക്കെ പോയിട്ട് ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരോടൊക്കെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നുന്നു. കാരണം എങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക? ബിക്കോസ് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നേ ഇല്ല. ആരെങ്കിലുമൊക്കെ വരുമ്പോഴേക്കും ഞാൻ വേഗം ഫോണൊക്കെ, ഞാൻ എന്തോ കുറ്റത്തിന് വന്ന പോലെയാണ് എൻ്റെ തന്നെ കളി. ആൾക്കാർ എന്നെ സംശയിക്കാതിരിക്കുമോ? അപ്പം നിങ്ങൾ പറ കണ്ട മീന് കണ്ട. ഏയ് മിഷൻ സക്സസ്ഫുൾ. അങ്ങനെ നമ്മുടെ ചാള നമ്മൾ വിജയകരമായി വാങ്ങി. ഇനി ഇത് പോയി വെക്കണ്ടേ? എങ്ങനെ സംസാരിച്ചിരുന്നാൽ മതിയോ? കമോൺ എവരിബഡി. വാവ്, ബ്ലാക്ക് കാറ്റ്. നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു, നമ്മൾ വീട്ടിലെത്തി. ഈ സമയം നോക്കാനാണെങ്കിൽ ഏകദേശം 2:15 ആയി ഇപ്പോൾ. ശരിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ രാത്രി ഒരുപാട് നേരം ഇരിക്കുകയും രാവിലെ എണീക്കാൻ വളരെ മടിയുള്ള ഒരാളുമാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് വീക്കെൻഡ്സിലാണ് കേട്ടോ. കാരണം വർക്കുള്ള ദിവസം ഇപ്പോൾ നമുക്ക് ലേറ്റായിട്ടൊന്നും എണീക്കാൻ പറ്റില്ലല്ലോ. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ റേഡിയോയിലുണ്ടായിരുന്ന സമയത്ത് തന്നെ ഞാൻ ചെയ്ത ഷോസ് എല്ലാം മോർണിംഗ് ഷോസാണ്. അപ്പം രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഷോ തുടങ്ങും. അപ്പം നമ്മൾ രാവിലെ എണീറ്റേ പറ്റുള്ളൂ. 5 മണിക്കും 4:45 എണീറ്റ് നമ്മൾ റെഡിയായി പോകേണ്ട ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീക്കെൻഡ്സിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. ഉറങ്ങാൻ. എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉറങ്ങാൻ. നല്ല സുഖമുള്ള ഒരു ലോങ് സ്ലീപ്പൊക്കെ കിട്ടി എണീക്കുമ്പോൾ തന്നെ ഒരു സന്തോഷവും ഒരു സമാധാനവും ഒക്കെ പോലെയാണ് എനിക്ക് തോന്നാറ്. അപ്പോൾ കല്യാണത്തിനൊക്കെ മുന്നേ എൻ്റെ വീട്ടുകാരെന്നും എന്നോട് പറയുമായിരുന്നു, നീ കല്യാണം കഴിഞ്ഞ് അനുഭവിക്കും. കാരണം ഇങ്ങനെയുള്ള സ്വഭാവമൊക്കെ ആരാ അപ്രീഷിയേറ്റ് ചെയ്യുക? രാവിലെ എണീക്കണ്ടേ, പെൺകുട്ടികളാകുമ്പോൾ രാവിലെ എണീക്കണ്ടേ എന്നൊക്കെ. എനിക്കും ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ എന്ത് ഈശ്വര, ഇനി ഞാൻ മാറേണ്ടി വരുമോ? അയ്യോ, ഞാനല്ലാണ്ടേ ആയി പോകുമെന്നൊക്കെ, എൻ്റെ ഉറക്കം പോകുമെന്നൊക്കെ. പക്ഷേ ചക്കിക്കത്ത ചങ്കരൻ എന്നൊക്കെ പറയുന്നത് പോലെ ദൈവം എനിക്ക് ഒരു മലാഖനെ പോലെ എൻ്റെ കെട്ടിയോനെ തന്നു. എൻ്റെ ഹസ്ബൻഡും ഇതുപോലെയാണ് കേട്ടോ. രാത്രി എത്ര നേരം വേണമെങ്കിലും ഇരിക്കും. പക്ഷേ രാവിലെ പുള്ളി ആരും വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യരുത്. അപ്പോൾ ഞങ്ങൾക്ക് സുഖമാണ്, ആർക്കും കംപ്ലയിൻസ് ഇല്ല. നമ്മൾ എണീക്കും, നമ്മുടെ സമയമാകുമ്പോൾ എണീക്കും, നമ്മൾ ഭക്ഷണം കഴിക്കും, നമ്മൾ എന്താ പറയുക, എൻജോയ് ചെയ്യും, അത്ര തന്നെ. വേറൊരു കാര്യം കൂടെ ഞാൻ പറയട്ടോ. ഞാനിങ്ങനെ ജോലിയൊക്കെ എടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു കാര്യം ആലോചിക്കുമായിരുന്നു. ഇപ്പം ഞാൻ തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് എല്ലാ ദിവസമൊന്നും കുക്കിംഗ് ചെയ്യണത് ഇഷ്ടമല്ല, സമയവും ഇല്ല, എനിക്കിഷ്ടമല്ല. പക്ഷേ എൻ്റെയൊക്കെ അമ്മ, അതായത് ഇപ്പം നമുക്കറിയാം, നമുക്കിപ്പോൾ എന്തോരം ഓപ്ഷനാണ്. ഒരു മിനിറ്റ്, എൻ്റെ കോൺസെൻട്രേഷൻ പോയി. ഈ ഉള്ളിയൊന്നും എനിക്ക് കിട്ടുന്ന പോലും ഇല്ലല്ലോ ഈശ്വര. നമ്മുടെയൊക്കെ അമ്മമാർ, അവർക്കും ഈ ഗുഡ് ഡേയും ബാഡ് ഡേ ഒക്കെ ഉണ്ടാകും. അവർക്ക് എത്ര സമയമില്ലെങ്കിലും അവർ വീട്ടുകാർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയിട്ടാണ് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ്. പക്ഷെ ഇപ്പം നമ്മുടെ കാലം മാറി. ഇപ്പം എനിക്ക് കുക്ക് ചെയ്യാൻ മൂടില്ല എന്നാണെങ്കിൽ നമ്മൾ വേഗം ഫോൺ എടുക്കും, ഒരു ഹോട്ടലിലേക്ക് ഡയൽ ചെയ്യും, ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ വിളിച്ച് ഫുഡിന് ഓർഡർ ചെയ്യും. ഈ ഒരു ട്രെൻഡൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നതാണല്ലോ. പണ്ടൊക്കെ ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കായിരുന്നു, ഡെയിലിയൊക്കെ എന്താ ഭക്ഷണമായിട്ട് ഉണ്ടാക്കുക, എന്താ ഇപ്പോൾ കഴിക്കാൻ കൊടുക്കുക എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞാൽ. പക്ഷെ എനിക്ക് അത്തരം കാര്യങ്ങളിലൊന്നും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ സ്വന്തം അമ്മയാണെങ്കിലും എൻ്റെ അമ്മമ്മയാണെങ്കിലും ഒക്കെ നല്ല ഭക്ഷണം തന്ന് വളർത്തി. അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന വീട്ടിലാണെങ്കിലും അവിടുത്തെ അമ്മയ്ക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊരു വീഡിയോ അമ്മേനെ കൊണ്ട് കുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, അമ്മ കുക്കിംഗ് ചെയ്യുന്ന ആളാണ്. എൻ്റെ അവിടെ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ അമ്മ മുടങ്ങാതെ എനിക്ക് പാത്രത്തിലാക്കി കൃത്യമായി തന്ന് വിടുകയും ചെയ്യും. കാരണം അമ്മ വരിക്കും അത്ര പോലും ഞാൻ പണിയെടുക്കണ്ട എന്നുള്ളതിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സത്യം പറഞ്ഞാൽ ഭാഗ്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് വേഗം നമ്മുടെ പ്രോസസ്സ് തീർക്കാം. കാര്യം നിങ്ങൾക്കറിയാലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കാൻ. അപ്പോൾ സംസാരിച്ച് തുടങ്ങിയാൽ ഞാനത് ഇത്ര വേഗമൊന്നും നിർത്തൂല. അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നത്, ആയുധം വെച്ചുള്ളൊരു പരിപാടിയാണല്ലോ, അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ തെറ്റുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ബാക്കി ഇനി ഈ ആയുധ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ തുടങ്ങാണ് ഐശ്വര്യമായിട്ട്. അതിന് മുന്നേ ഈ ചട്ടി എനിക്ക് തന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഐശ്വര്യലക്ഷ്മിയെ ഞാൻ മനസ്സിൽ ധ്യാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചട്ടി നന്നായി ചൂടായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് എണ്ണ ഒഴിക്കുക എന്നുള്ളതാണ്.
പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. വേറൊന്നുമല്ല, എണ്ണ കണ്ടോ ഭയങ്കര ഇവിടുത്തെ ഈ ഹ്യൂമിഡ് വെതർ കാരണം എണ്ണ നമുക്ക് കോക്കനട്ട് ഓയിൽ ഇത് ഇങ്ങനെ കട്ടക്കട്ടയായിട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, ഇച്ചിരി സമയം എടുത്താണെങ്കിലും നമുക്ക് കുറച്ച് എണ്ണ ഇതിലേക്ക് എത്തിക്കണം. സത്യം പറയാലോ, അതായത് ഞാൻ വണ്ടി ഓടിച്ച് ലുലു വരെ പോയി സാധനം മുഴുവൻ വാങ്ങിയതിനെ കാട്ടിയും കഷ്ടപ്പാടായിരുന്നു ഞാൻ ഈ ഒരു ബോട്ടിലിൽ നിന്ന് ഇച്ചിരി കോക്കനട്ട് ഓയിൽ എടുക്കാൻ പെട്ട പാട്. അപ്പോൾ എണ്ണ ചൂടായി, നമ്മളത് ആദ്യം കുറച്ച് ഉലുവ അതിലേക്ക് ഇടുകയാണ്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളറ് മാറിയാൽ മതി. പക്ഷെ നമ്മുടെ ബാൽക്കണിയിൽ തന്നെ ഉണ്ടായ കരിവേപ്പില നല്ല കാണുമ്പോൾ നല്ല ഫ്രഷ് അല്ലേ. ഇനി നമുക്കിതേ ഒരു മീഡിയം സൈസ് ഉള്ളി എടുക്കണം. ഞാൻ വലിയുള്ളിയാണ് എടുത്തത്, ഇവിടെ ചെറിയുള്ളി ഞങ്ങൾ അങ്ങനെ മേടിക്കാറില്ല. അപ്പോൾ ഇത് ഞാൻ ചോപ്പ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. ഇതിലേക്ക് നമ്മളിതേ ഒരു 4 കഷ്ണം പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പക്ഷേ പറഞ്ഞ് എനിക്ക് തന്നെ തോന്നുക ഞാൻ കുക്കിംഗ് വ്ളോഗാണോ ചെയ്യുന്നതെന്ന്. എന്തായാലും നിങ്ങൾ വിചാരിക്കരുതല്ലോ, ചാള വാങ്ങുന്നത് വരെ കാണിച്ചു, പിന്നെ എന്താ സംഭവിച്ചേ, അത് കൂട്ടിയായിരുന്നോ, അത് കൂട്ടാൻ കൊള്ളാമായിരുന്നു, ഇതൊക്കെ നിങ്ങൾ അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ഇത് ചെയ്യുന്ന പ്രോസസ്സും കൂടെ കാണിച്ചു തരാം എന്നുള്ളത്. ഉള്ളി ലേശം വേഗത്തിൽ ചുവന്ന് വരാനായിട്ട് നമുക്കിതേ കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഞങ്ങളിപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ ഒരു ഹിമാലയൻ പിങ്ക് സോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ പറയത്തക്ക മാറ്റമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി. ഇനി ഇതേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തക്കാളി പേസ്റ്റാണ് ചേർക്കാനുള്ളത്. തക്കാളി ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തത്, അത്യാവശ്യം പഴുത്ത തക്കാളി തന്നെയായിരുന്നു. അത് നന്നായിട്ട് ഇനി നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഓരോരോ പൊടികളായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ശരിക്കും ഇങ്ങനെ വിചാരിച്ചൊരു കാര്യം എന്താ അറിയോ, നിങ്ങളിത് മൊത്തം അതായത് ഒറ്റ ഷോട്ടിൽ ഈ കുക്കിംഗ് ഒക്കെ കാണിക്കണം. എല്ലാം ആദ്യം ഈ നമ്മുടെ കുക്കറി ചാനലിലൊക്കെ ഉണ്ടാവില്ലേ, എല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് വെച്ച് ഓരോരുത്തരായിട്ട് ഓരോ സാധനങ്ങൾ ആഡ് ചെയ്യുന്നത്, അങ്ങനെയായിരുന്നു വിചാരിച്ചേ. പക്ഷേ ഞാനിങ്ങനെ ഓരോ സമയത്തും ഓരോ കാര്യം മറന്നു പോകും. അപ്പം ഞാൻ വീണ്ടും തിരിച്ചു കൊടുക്കും. പക്ഷേ ഇപ്പോൾ ഞാനത് എല്ലാ പൊടികളും അടുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു, മുളക് പൊടി ആഡ് ചെയ്തു. ഏത് മുളക്? കാശ്മീരി നമ്മൾ ആഡ് ചെയ്തു. ഇത് അല്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ, സാധാ. ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ. എല്ലാം നാട്ടിൽ നിന്ന് അമ്മ വരുമ്പോൾ പൊടിപ്പിച്ച് തന്നു വിട്ടു. ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇനി നമ്മൾ 4 കുടംപുളി നേരത്തെ എടുത്ത് വെച്ചിരുന്നു. ഒരു കുറച്ച് വെള്ളത്തിലാട്ടോ, അത് ഫുള്ളായിട്ട് നമ്മളിത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമ്മളിതിനെ നന്നായി ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുന്നു. വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ മത്തീനൊക്കെ നമ്മൾ നന്നായിട്ട് ചാറിലിങ്ങനെ കുളിപ്പിച്ചു. അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി ആയി കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാനിതേ കുറച്ച് അവിയലിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ ഞാൻ ഇട്ടിട്ടുള്ളൂ. അതെല്ലാം കൂടി ഞാനിതേ ഒന്ന് വേവിച്ചെടുത്തു. സോ ഇനി നമ്മളിതേ ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനങ്ങനെ പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഓൾറെഡി വേവിക്കുന്ന സമയത്ത് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും അതുപോലെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇനി നമ്മൾ തേങ്ങയും പച്ചമുളകും കുറച്ച് ജീരകവും കൂട്ടിയാണ് ഞാൻ അരച്ചെടുത്തത്. അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതെ എല്ലാം ചേർത്തൊന്ന് ഇളക്കി ആക്കുമ്പോഴത്തേക്കും നമ്മുടെ അവിയൽ അങ്ങനെ സെറ്റായി. ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി കേട്ടോ. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതും കൂടെ നമ്മളൊന്ന് ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതെ നമ്മുടെ പണി ഓൾമോസ്റ്റ് തീർന്നു. ഇനിയിപ്പോൾ നമുക്കൊരു ഫിഷ് ഫ്രൈയും കൂടെ മാത്രം ആക്കിയാൽ മതി. വെറും ഫിഷ് ഫ്രൈ അല്ല, നമ്മുടെ ചാള വറുത്തത്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റെസിപ്പി, അതായത് നമ്മുടെ ചാള വറുത്തതിന് ഞാനിതേ ഒരു പാനൊക്കെ ഇവിടെ എടുത്ത് വെച്ചു. ഇതേ കണ്ടോ, നല്ല അടിപൊളി മസാലയൊക്കെ തേച്ച് നമ്മുടെ ചാളക്കുട്ടന്മാർ ഇവിടെ റെഡിയാണ്. പാന് ചൂടായി. അപ്പം നമ്മളിനി ഇതിലേക്ക് കുക്കിംഗ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് എണ്ണ മതി കേട്ടോ.
ഇത്രയും നമ്മൾ ആകെ എണ്ണ ഒഴിക്കുന്നുള്ളൂ. ഇച്ചിരി കരിവേപ്പിലതേ നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. എൻ്റെ കൈ പൊള്ളി ഗീസ്. ഇനി നമ്മുടെ ചാളയിൽ ഞാൻ മസാലയിൽ സാധാരണ പൊടികളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതിങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. മസാല അത്യാവശ്യം തിക്കാണ്. എനിക്ക് വേണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ മീൻ ഏകദേശം ആയിട്ടുണ്ട്. എനിക്ക് ഈ പൊരിച്ച മീൻ നല്ല കരിഞ്ഞ് പൊരിയുന്നതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. ഇങ്ങനെ കറുമുറു കടിക്കേണ്ട പാകത്തിന്. ഇതിപ്പോൾ ഞാൻ അത്രയൊന്നും ആക്കിയിട്ടില്ല, സാധാ പോലെയാണ്. നല്ല മണോട്ടാ, അടിപൊളി. സൂപ്പർ സൂപ്പർ. അപ്പോൾ ഇനി നമ്മൾ ഓരോന്നായിട്ട് കാണുകയാണ് ഇന്നുണ്ടാക്കിയത്. നമ്മുടെ മത്തി മുളകിട്ട കറി. നല്ല തിക്ക് ചാറായി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വായിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട് ഒരു രക്ഷയില്ലേ. അടുത്തത് നമ്മുടെ അവിയൽ. നല്ല മ്യൂസിക്. പിന്നെ ഇത് ഞാൻ ഓൾറെഡി പ്ലേറ്റ് എടുത്ത് വെച്ചു. ചോറ് ഞാൻ ഇടയ്ക്ക് ഒന്ന് വേഗം പോയി ഉണ്ടാക്കിയായിരുന്നു. ഇപ്പോൾ വെച്ച പുതിയ സുടു സോറ്. പിന്നതേ ഇവിടെ അങ്ങനെ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡിയായി. ലേസി ഡേ എന്നും പറഞ്ഞ് തുടങ്ങിയ ഞാനാ ഇപ്പതേ ഇന്ന് ബാക്കിയുള്ള ദിവസങ്ങളിലെ കാട്ടിയും കൂടുതൽ പണി ഞാൻ ഇന്നാണ് എടുത്തത്. വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താ അറിയോ, ഒരു ജാക്ക് ഡാനിയലിൻ്റെ സിമ്പിൾ കണ്ടോ. വെറുതെ ഞാൻ ലുലുവിൽ ഷോപ്പിങ്ങിന് പോയപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്നെ നോക്കിയിട്ടുണ്ട്. ഞാൻ വെച്ചു എൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണ്, പക്ഷെ അല്ല, ഇത് ഈ ടീഷർട്ടിലുള്ള ജാക്ക് ഡാനിയൽ കണ്ടിട്ടാണ്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ കഴിക്കുന്ന വീഡിയോ വേണ്ടല്ലോ, കാരണം എനിക്ക് ആക്രാന്തമായിട്ട് വയ്യ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. സോ സ്റ്റേ ട്യൂൺഡ് എവരിവൺ. നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആൾക്കൊന്ന് എല്ലാം ഒന്ന് ഞെക്കി പ്രസ് ചെയ്ത് പോവാം. ഓക്കെ, ബൈ. ഹലോ, എങ്ങനെയുണ്ട് കറി? ഏറ്റവും രസം കറിയാണോ പൊരിച്ച മീനാണോ അവിയലാണോ? അവിയൽ. കറിക്ക് എന്താ എല്ലാം ഉണ്ട്, എല്ലാം അടിപൊളിയായി. സൂപ്പറാ, കിടിലനാ.